എന്താണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണഖനനം നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് അതിദാരിദ്ര്യ രാജ്യങ്ങളിലൊന്നായ സുഡാൻ. സുഡാനിൽ നിന്ന് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അത്യധികം ഭീകരവും വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ്. പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യർ പ്രായഭേദമന്യേ മരിച്ചുകൊണ്ടിരിക്കുന്നു. സുഡാനിലെ സ്വർണ്ണഖനികൾ നിയന്ത്രിക്കുന്നത് മുഹമ്മദ് ഹംദാൻ ഡഗാലോ നേതൃത്വം നൽകുന്ന RSF എന്ന ഭീകര മിലിഷ്യയാണ്. തികച്ചും അശാസ്ത്രീയമായ ഖനനം ചെയ്തും പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായി ചൂഷണം ചെയ്തു നടത്തുന്ന ഖനനങ്ങളിലൂടെ ഉൽപ്പാദിക്കപ്പെടുന്ന ഭൂരിഭാഗം സ്വർണവും ചെന്നെത്തുന്നത് UAE തീരത്താണ്. UAE ആണ് ക്രൂരമായ വംശഹത്യക്ക് വേണ്ടി RSFന് ആയുധങ്ങൾ കൈമാറുന്നത്. സുഡാനിലെ ഔദ്യോഗിക സേനയ്ക്കെതിരെ യുദ്ധം ചെയ്യുക മാത്രമല്ല RSF ചെയ്യുന്നത്. നിഷ്കളങ്കരായ പാവപ്പെട്ട ദാരിദ്ര്യത്തിന്റെ ഉച്ചിയിൽ നിൽക്കുന്ന ജനങ്ങളെ വളരെ ഭീകരമായി കൊന്നൊടുക്കുകയാണ് അവിടെ. പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. വൃദ്ധരും കുഞ്ഞുങ്ങളും സ്ത്രീകളും ദയനീയമായി കൊല്ലപ്പെടുന്നു. അങ്ങനെ നീളുന്നു സുഡാനിലെ ഭീകരാവസ്ഥകൾ. സൈനിക സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി UAE ഒരു ജനതയെ വംശഹത്യ ചെയ്യാനുള്ള ഇന്ധനം നൽകുന്ന കാഴ്ചയാണ് സുഡാനിൽ. പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഭീകരരായ മിലിഷ്യക്ക് നൽകുന്നത് UAE അധികാരികൾ ധരിക്കുന്ന വെള്ള നീളം വസ്ത്രങ്ങളിലേക്ക് കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര തെളിച്ചുള്ള പാടുകൾ കാണാം. സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെയും മനുഷ്യത്വത്തെയും ക്രൂരമായി കൊന്നുകൊഴിച്ചു മൂടുന്നതിനെതിരെ നമ്മൾക്ക് ഇങ്ങനെ നിശബ്ദരാകാൻ കഴിയും. പിഞ്ചു കുഞ്ഞുങ്ങളും നിഷ്കളങ്കരായ മനുഷ്യരും എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നത്? ഇവ ഒന്നും അറിയാതെ മരിച്ചു വീഴുമ്പോൾ കണ്ണുകൾ നമുക്കെങ്ങനെ മൂടിക്കെട്ടാനാകും? സുഡാനിലെ ഈ ഒരു ക്രൂരതയെ നമുക്കൊന്ന് വിശദമായി നോക്കാം. സുഡാൻ നൈൽ നദിയുടെ തീരത്ത് വിരിഞ്ഞ ഒരു രാജ്യം. ആഫ്രിക്കയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ദേശം ഒരിക്കൽ സമാധാനത്തിന്റെയും സംസ്കാരത്തിന്റെയും നാടായിരുന്നു. പക്ഷേ ഇന്നിവിടെ കേൾക്കുന്നത് വെടിവെപ്പിന്റെയും നിലവിളിയുടെയും ശബ്ദം മാത്രമാണ്. സുഡാനിന്റെ കഥ സാധാരണയല്ല. വർഷങ്ങളായി ഇവിടെ ജനങ്ങൾ രാഷ്ട്രീയ അസ്വസ്ഥതയിലും ദാരിദ്ര്യത്തിലും കുടുങ്ങിയിരുന്നു. 2023 അതിന്റെ തീക്കനൽ പൊട്ടിത്തെറിച്ചു. സുഡാനി സൈന്യവും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ RSF എന്ന അറിയപ്പെടുന്ന മറ്റൊരു ശക്തിയും തമ്മിൽ യുദ്ധം തുടങ്ങി. രണ്ടും അധികാരം പിടിക്കാനുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ നഷ്ടം ജനങ്ങളുടെ ജീവൻ മാത്രമാണ്. കുട്ടികൾ, സ്ത്രീകൾ, വയോധികൾ ആരും രക്ഷപ്പെട്ടില്ല. എൽ ഫാഷർ, ഡാർഫൂർ, കാർട്ടൂം ഈ പേരുകൾ ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരുകളാണ്. പക്ഷേ ഇന്നിവിടെ അറിയപ്പെടുന്നത് മരണത്തിന്റെ നഗരം എന്ന പേരിലാണ്. ആക്രമണം പകൽ രാത്രി ഭേദമന്യേ തുടർന്നുകൊണ്ടിരിക്കുന്നു. വായുവിൽ നിറയെ തീപ്പൊരി, നിലത്ത് വീണത് നിരപരാധികളുടെ ശരീരങ്ങൾ, ആശുപത്രികൾ ബോംബാക്രമണത്തിൽ തകർന്നു, രോഗികൾ മരുന്ന് കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു, സ്ത്രീകൾ പിടിക്കപ്പെട്ട് ദാരുണമായി പീഡനത്തിനിരയായി, കുട്ടികൾ അനാഥരായിക്കൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നു 1 കോടിയിലധികം ആളുകൾ വീടുകൾ വിട്ടുപോകേണ്ടി വരുന്നു. ഭക്ഷണം കിട്ടാത്തവർ കാട്ടിലെ ഇലകൾ തിന്ന് ജീവിക്കുന്നു. ഭൂമിയിൽ ശവങ്ങൾ അടിഞ്ഞു കിടക്കുന്നു. ആരും അടക്കം ചെയ്യാനില്ല. ലോകം കാണുന്നു, പക്ഷേ ആരും ഇടപെടുന്നില്ല. മനുഷ്യർ തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന കാഴ്ചകൾ. സുഡാനിലെ ദാരിദ്ര്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവസ്ഥ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഏകദേശം 12 മില്യൺ ആളുകൾക്ക് ഇപ്പോഴും ആഹാര സുരക്ഷയില്ല. തീർത്ഥാടകരെ പോലെ അവർ ഓടുകയാണ്. ചാഡ്, ഈജിപ്ത്, ദക്ഷിണ സുഡാൻ എവിടെയെങ്കിലും അഭയം തേടുന്നു. കുടിയേറ്റ ക്യാമ്പുകളിലാകട്ടെ രോഗങ്ങൾ പടരുന്നു. കോളറ, മലേറിയ, കുഷ്ഠം എന്നിവ തുടരുന്നു രോഗങ്ങളുടെ പേരുകൾ. കുട്ടികളാകട്ടെ സ്കൂളുകൾ കാണാതെ വളരുന്നു. സ്ത്രീകൾ കുട്ടികളുമായി പല സ്ഥലങ്ങളിലായി കുടുങ്ങപ്പെടുന്നു. പലരും പുഴകളിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുമ്പോൾ മുങ്ങി മരിക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ലോകം എന്താണ് ചെയ്യുന്നത്? വലിയ രാഷ്ട്രങ്ങൾ പ്രസ്താവനകൾ പുറത്തുവിടുന്നു. പക്ഷേ ഭക്ഷണം, മരുന്ന്, സംരക്ഷണം ഒന്നും എത്തുന്നില്ല. എല്ലാം വാക്കുകളിൽ ഒതുങ്ങുന്നു. ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതായി പറയപ്പെടുന്നത് UAE തന്നെയാണ്. വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് UAE RSF ബന്ധം സംശയാസ്പദമാണ്. സ്വർണം, ആയുധ വ്യാപാരം, രാഷ്ട്രീയ സ്വാധീനം ഇതൊക്കെ ഈ ബന്ധത്തിന്റെ ആഴത്തിലുണ്ട് എന്ന് UN വിദഗ്ധർ സൂചിപ്പിച്ചു. ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത് UAE നിന്നുള്ള വിമാനങ്ങൾ RSFന് ആയുധങ്ങൾ എത്തിച്ചതായിട്ടാണ്. UAE അതെല്ലാം നിഷേധിക്കുന്നു. അവർ പറയുന്നത് നാം മനുഷ്യാവകാശ സഹായം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാണ്. അതേസമയം $600 മില്യൺ സഹായം നൽകിയതായും UAE പ്രഖ്യാപിച്ചു. പക്ഷേ ഈ സഹായം ജനങ്ങൾക്ക് എത്തിയോ? അതാണ് വലിയ ചോദ്യം. സുഡാനിലെ സ്വർണ്ണഖനികളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ, ദക്ഷിണ സുഡാനിലേക്കുള്ള ട്രേഡ് റൂട്ടുകൾ എല്ലായിടത്തും UAEയുടെ താല്പര്യം കാണാം. അത് രാഷ്ട്രീയമോ സാമ്പത്തികമോ അല്ലെങ്കിൽ ഇരട്ടയോ. ഇന്നൊരു കുഞ്ഞ് സുഡാനിൽ കരയുന്നു. അമ്മയെ കാണുന്നില്ല. അപ്പൻ യുദ്ധത്തിൽ പോയി. വീട് തകർന്നു പൊളിഞ്ഞു. അവന്റെ ശബ്ദം നമ്മളിലേക്ക് എത്തുമോ? സുഡാൻ ഇന്ന് മരണഭൂമി പോലെ. ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമാനിറ്ററി പ്രതിസന്ധി ഇപ്പോൾ ഇവിടെ ലോകം കാണുന്നു. പക്ഷെ ആരും മിണ്ടുന്നില്ല. നാം കാണുന്ന ഓരോ വാർത്തയും ഓരോ ചിത്രവും നമ്മെ ചോദിക്കുന്നു, മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഇനി എന്തു ചെയ്യാനുണ്ട്? സഹായ സംഘടനകൾ UN, റെഡ് ക്രോസ്, WFP അവിടെയുണ്ട്. പക്ഷേ വഴികൾ അടഞ്ഞു. ആർക്കും സഹായം എത്തിക്കാൻ സാധിക്കുന്നില്ല. സുഡാനിലെ ജനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ നോക്കുന്നു. ഒരു ദിവസം ഈ യുദ്ധം അവസാനിക്കും. നദിയുടെ തീരത്ത് വീണ്ടും ചിരികൾ മുഴങ്ങുമെന്ന്. മനുഷ്യൻ മനുഷ്യനായി നിലനിൽക്കണമെങ്കിൽ സുഡാനിലെ കണ്ണുനീർ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഈ കഥ പങ്കുവെക്കാം. സുഡാനിലെ ജനങ്ങൾ സഹായിക്കുന്ന സംഘടനകളെ പിന്തുണയ്ക്കാം. ഈ ലോകം മുഴുവൻ മിണ്ടാതിരിക്കുമ്പോൾ ഒരാൾ മാത്രം സത്യം പറയുന്നത് പോലും ഒരു പ്രാർത്ഥനയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.